കോളിഫ്ലവർ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ബേലീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ചതാണ്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് എന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്ത് കൊടുത്ത് മിനിറ്റ് കഴിഞ്ഞു ഇല കൂടെ ചേർത്ത് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോളിഫ്ലവർ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു മീഡിയം സൈസുള്ള കോളിഫ്ലവർ ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മുറിച്ചതിന് ശേഷം വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കി അരമണിക്കൂർ വെച്ചിരുന്നു. ഇനി നമുക്ക് മസാല ഉണ്ടാക്കുവാനായി തുടങ്ങാം. അതിനായി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ബേ ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, കുരുമുളക് എന്നിവ ചതച്ചതാണ്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില, 2 പച്ചമുളക്, അല്പം ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സവാളയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. സവാളയെല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ തവ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മസാലയെല്ലാം കോളിഫ്ലവറിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ തന്നെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കോളിഫ്ലവറിലേക്കെല്ലാം നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. കോളിഫ്ലവർ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിടാം. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബൈ.